വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെയും വനം വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച സീറോ മലബാർ സഭ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോട് പറഞ്ഞാൽ കിട്ടുമെന്നാണ് ആർച്ച് ബിഷപ്പിൻ്റെ പരിഹാസം. ഇന്നലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ രാജ്യാന്തര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മാർ ജോസഫ് പാംബ്ലാനി ഈ വിമർശനം ഉന്നയിച്ചത്. ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയേക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും. ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും. ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ: നിഷ്ക്രിയത്വം തുടരുന്ന ഈ സർക്കാരിൻ്റെ നിലപാട് രാഹിത്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. വളരെ അതിശക്തമായ പരിഹാസമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. മാർ ജോസഫ് പാംബ്ലാനി തിരുമനസ് കാര്യമായിട്ട് പറഞ്ഞല്ലോ. തീർച്ചയായും എസ്കെൻ, ഇന്നലെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ രാജ്യാന്തര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുണ്ടൂർ യുവക്ഷേത്ര കോളേജിൽ ഇത്തരമൊരു പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. 924 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ പരിഹാസം സംസ്ഥാന സർക്കാരിനോടോ അല്ലെങ്കിൽ വനം വകുപ്പിനോടോ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് കൊല്ലാൻ വരുന്ന കടുവയോടോ അല്ലെങ്കിൽ പുലിയോടോ പറഞ്ഞാൽ അതിന് ദാക്ഷിണ്യമുണ്ടാകും, അതിന് ലജ്ജയും ആത്മാർത്ഥയും ഉണ്ടായാൽ അത് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. മലയോര കർഷകരെ ഇല്ലാതാക്കാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. വനം വകുപ്പിന് എതിരെ രൂക്ഷമായ മറ്റൊരു വിമർശനം കൂടിയുണ്ട്. വനം വകുപ്പ് കർഷകരുടെ അടുക്കളയിൽ കയറി ഉടുമ്പ് കറി വച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് വിമർശനം. കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച ചരിത്രം വനം വകുപ്പിന് പറയാനുണ്ടോ എന്നും ചോദിക്കുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം. തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വനം വകുപ്പ് ശ്രമിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനമുണ്ട്. എന്തായാലും കത്തോലിക്ക കോൺഗ്രസിന്റെ രാജ്യാന്തര സമ്മേളനം തുടരുകയാണ്. പ്രധാനമായിട്ടും വന്യജീവി ആക്രമണം തന്നെയാണ്, മലയോര മേഖലയിലുള്ള കർഷകരുടെ വിഷയം തന്നെയാണ് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ മാർ ജോസഫ് പാംബ്ലാനി എടുത്തു പറഞ്ഞത്. എസ് കെ.